ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്ന വണ്ടി ഒരു സ്വിഫ്റ്റ് വണ്ടിയാണ്. അപ്പൊ മാരുതിയുടെ സ്വിഫ്റ്റ് വണ്ടിയിൽ നമ്മൾ ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പൊ ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പവർ വിൻഡോ, അതേപോലെ തന്നെ സെന്റർ ലോക്ക്. അപ്പൊ നമുക്കറിയാം വണ്ടി ഒരു 4-5 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. എന്നാലും പുതിയ മോഡൽ സ്വിഫ്റ്റ്, ഏറ്റവും പുതിയതല്ല, 2024 വണ്ടിയല്ല, 2018 ഇറങ്ങിയിട്ടുള്ള വണ്ടിയിൽ ഇതൊരു 2020 തോന്നുന്ന വണ്ടി. ആ വണ്ടിയിൽ നമ്മള് 4 ഡോറ് മാനുവൽ സെന്റർ ലോക്ക് ഇല്ലാത്തൊരു വണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡോറിൽ എന്ന് വെച്ചാൽ 4 ഡോറിലും നമുക്ക് ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെന്റർ ലോക്ക് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് 2 ഡോറ് പവർ വിൻഡോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണും ചെയ്യാം. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മള് ഈ സെന്റർ ലോക്ക് ചെയ്യുമ്പോൾ മാനുവൽ സെന്റർ ലോക്ക് ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് 4 ഡോറിലേക്കും ആക്ച്വേറ്ററും അതിന്റെ സാധനങ്ങളും വയറിങ്ങും കാര്യങ്ങളൊക്കെ വലിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. പിന്നെ ഇതിൽ വരുന്ന കീ റിമോട്ട് വരുന്നുണ്ടല്ലോ, 2 റിമോട്ട് നമുക്കുണ്ട്. അതിലൊരു റിമോട്ട് ഫ്ലിപ്പ് കീ ആണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് കീ അടിച്ച് അത് ആ ചാവി ഫ്ലിപ്പ് കീ ആയിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാം. ഈ മാനുവൽ സെന്റർ ലോക്ക് ഇല്ലാത്ത വണ്ടീനെ നമ്മൾ സെന്റർ ലോക്ക് ആക്കുമ്പോൾ അതിലേക്ക് മാനുവൽ ഓട്ടോ സെന്റർ ലോക്ക് ആക്കുമ്പോൾ പവർ വിൻഡോ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലെ 2 ഡോർ പവർ വിൻഡോ കൂടി നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് പവർ വിൻഡോ ഇതിൽ 4 ഡോറിലും വരുന്നില്ല. അപ്പൊ നമ്മൾ പക്ഷെ 2 ഡോറിലേക്കാണ് നമ്മൾ പവർ വിൻഡോ ആഡ് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് 2 ഡോറാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പവർ വിൻഡോ. അത് നമുക്ക് 1 ഇയർ ആണ് നമുക്ക് അതിന് വാറണ്ടി. അതിനും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ നമുക്കറിയാം ബേസ് മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ഫോഗ് ലാമ്പ് ഇല്ല, അതേപോലെ തന്നെ പവർ വിൻഡോ 4 ഡോറും പവർ വിൻഡോ ഇല്ല, അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് മാനുവൽ സെൻട്രൽ ലോക്കും ഇല്ല അതിൽ. അപ്പോൾ ഇതിൽ നമ്മൾ 4 ഡോറിലേക്ക് ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ പവർ വിൻഡോയുടെ മാനുവലായിട്ട് പവർ വിൻഡോ വർക്ക് ചെയ്യിക്കുക. പവർ വിൻഡോ അല്ല, ഗ്ലാസ് കയറ്റാനും ഇറക്കാനുള്ള സ്വിച്ചാണ് കാണുന്നത്. ആ കുറ്റിയാണ് കാണുന്നത്. അതിന് നമ്മൾ ഈ നോബ് ഇട്ടിട്ട് വേണം, ഈ ഹാൻഡിൽ ഇട്ടിട്ട് വേണം അത് നമുക്ക് ഗ്ലാസ് മുകളിലേക്ക് പൊന്തിക്കാനും ഇറക്കാനായിട്ട്. 4 ഡോറിൽ ഇതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ 2 ഡോറിലേക്ക് നമ്മളത് മോട്ടർ വെച്ച് അതിനെ പവറിലാക്കാണ്, കറണ്ടിലാക്കുക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വണ്ടിയുടെ സപ്ലൈന്ന് തന്നെ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പവർ വിൻഡോ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കിൽ വരുന്ന വാഗണ കാണുന്ന അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ ബാക്കിൽ പവർ വിൻഡോ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ മാനുവലായിട്ട് തന്നെ നമുക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യണം ഗ്ലാസ്. ഫ്രണ്ടിലെ പക്ഷേ 2 ഡോറും നമ്മൾ പവർ വിൻഡോ ആക്കാണ്. നമുക്ക് ഫ്രണ്ടിലെ ഡോറിൻ്റെ ആ ഹാൻഡിൽ വരുന്ന ഭാഗം ഒന്ന് കാണുക. കാരണം ഫ്രണ്ടിലെ ഡോറിൻ്റെ പാഡ് ഇതാണ്. ഇവിടെയാണ് നമ്മൾ ആ യൂണിറ്റ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിൽ നമുക്ക് 2 സ്വിച്ചും ഉണ്ടാവും. ഏത് ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോറിൻ്റെ സ്വിച്ചും ഉണ്ടാവും, നമ്മുടെ റൈറ്റ് സൈഡിലെ ഫ്രണ്ട് ഡോറിൻ്റെ സ്വിച്ചും ഈ റൈറ്റ് സൈഡിലെ ഡോർ പാഡിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് ഈ പവർ വിൻഡോയുടെ ഫിറ്റിങ്സ് ആയാലും അതേപോലെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെ ഫിറ്റിങ്സ് ആയാലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്കൊന്നും വരുന്നില്ല. ഇതാണ് കമ്പനി വരുന്ന അതിൻ്റെ കീ. ഇതാണ് ഈ നമ്മൾ മാനുവൽ സെൻട്രൽ ലോക്ക് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതുമ്പോൾ നമ്മൾ സെൻട്രൽ ലോക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം മാനുവൽ സെൻട്രൽ ലോക്ക് ഇല്ലാത്തതുകൊണ്ട് 4 ഡോറിലേക്ക് നമുക്ക് ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ കീ, ഈ കാണിച്ച കീ നമ്മൾ മാറ്റിയിട്ട് ഫ്ലിപ്പ് കീ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം സാധാരണ ഒരു റിമോട്ട്, ഇത് സാധാരണ റിമോട്ടും മറ്റേ റിമോട്ടും നമ്മൾ ഫ്ലിപ്പ് കീ, അതിന്മേൽ തന്നെ കീയും കൂടി അടിക്കാവുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത്. അപ്പോൾ ഈ സെൻട്രൽ ലോക്കിൻ്റെ ഫിറ്റിങ്സ് ആയാലും അതേപോലെ തന്നെ നമ്മൾ പവർ വിൻഡോയുടെ ഫിറ്റിങ്സ് ആയാലും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. ഈ വയർ കട്ടിങ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയണതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ. എന്താ കാര്യം വെച്ചാൽ പലരും വണ്ടിയുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഭയമാണ്. വയർ കട്ടിങ് വരുമോ, ഞങ്ങളുടെ വാറണ്ടി നഷ്ടപ്പെടുമെന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇതാണ് അതിൻ്റെ ആക്ച്വേറ്റർ. നമ്മളിപ്പോൾ എല്ലാ ഡോറിലേക്കും ഇതുപോലെ ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാനുവൽ ആയിട്ടുള്ള പവർ വിൻഡോ ആയാലും അതേപോലെ തന്നെ റിമോട്ടിലായാലും പവർ വിൻഡോ ആയാലും നമുക്ക് എല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ഒരു വെൽഡർ നാട് പോലത്തെ ഒരു കമ്പി ഇട്ടിട്ടാണ് നമ്മൾ ആ ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്യുന്നത്.
അത് 4 ഡോറിലേക്ക് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യണം. അതേ ഫ്രണ്ടിലെ ഡോറിൽ ഞാൻ കാണിച്ചു തന്നു. ബാക്കിലെ ഡോറിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിലത് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിത് ഇവിടുന്ന് കമ്പി എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് ഇതാണ് ആ മോട്ടർ വരുന്നത്. ആക്ച്വേറ്റർ എന്നാണ് പറയുക. അതിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഡോറിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ 2 ഡോറാണ് ഞാൻ കാണിച്ചത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഡോറിലും ഇതേപോലെ തന്നെ 2 മോട്ടർ ഫിറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്കതിൽ മാനുവലായിട്ടുള്ള പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് നമ്മളതിൽ റിമോട്ടിൻ്റെ ഇതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഫുള്ളായിട്ട് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ചും അതേപോലെ തന്നെ അതിൻ്റെ മോട്ടറും കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇതതിൻ്റെ സ്വിച്ച് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡ്രൈവർ സൈഡിലെ ഡോറിലേക്ക് ലെഫ്റ്റ് സൈഡിലെ ഡോറിൻ്റെ കൺട്രോളും കൂടി ഫ്രണ്ടിലെ ഡോറിൻ്റെ കൺട്രോളും കൂടി അതിൻ്റെ സ്വിച്ചും കൂടി വരും. അതിന് 2 സ്വിച്ചാണ് നമുക്ക് അവിടെ വരുന്നത്. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഡോറിൽ ഒറ്റ സ്വിച്ചിൻ്റെ ഒരു പാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ട ഈ ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ ഡ്രൈവർ സൈഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ 2 ഡോറും കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോള് ഡ്രൈവർ സൈഡിൽ വരും. ലെഫ്റ്റ് സൈഡിൽ ആ സൈഡിലത്തെ പവർ വിൻഡോയുടെ കൺട്രോളും സ്വിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ശരിക്കും ഞാൻ നേരത്തെ ഒരു ഹാൻഡിൽ കാണിച്ചു തന്നല്ലോ. നമുക്ക് ഗ്ലാസ് കയറ്റാൻ ഇറക്കാനുള്ള ഹാൻഡിൽ പിടിപ്പിക്കുന്ന ഭാഗത്താണ് ആ സ്വിച്ച് ഫിറ്റ് ചെയ്യുക. ആ ഹോള് അതിൽ മറിഞ്ഞു പോകും. അതേപോലെ ഇത് ലെഫ്റ്റ് സൈഡിലും നമ്മളിത് മോട്ടറും കാര്യങ്ങളും അതിൻ്റെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വെല്ലിംഗ് റാഡ് ഇട്ട് അതേപോലെ തന്നെ ആക്ച്വേറ്ററും നമ്മളതിൽ ആഡ് ചെയ്തു. ഇത് തന്നെ ഫ്രണ്ടിലേക്കും ഇത് 4 ഡോറിലേക്കും ഈ മോട്ടർ ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ പവർ മാനുവലായിട്ടുള്ള സെൻട്രൽ ലോക്ക് ആഡ് ചെയ്യൽ സാധിക്കുള്ളൂ. ഇതാണ് നമ്മുടെ കീ വരുന്നത്. ഇപ്പം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അതാണ് ആ ചാവിയുമ്പോൾ നമ്മൾ റിമോട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന റിമോട്ടിലാണ്. അതാണ് ഫ്ലിപ്പ് കീ എന്ന് പറയുന്നത്. അത് പ്രസ് ചെയ്യുമ്പോൾ അതിന് ചാവി പുറത്തേക്ക് വരും. നമ്മൾ ചാവി അടിച്ചിട്ടില്ല. അതിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ. അതേപോലെ തന്നെ ഇത് അതിൻ്റെ കൂടെ വരുന്ന ഒരു സ്പെയർ റിമോട്ടാണ്. 2 റിമോട്ട് ഉണ്ടാവും. അതിപ്പോൾ പഴയ റിമോട്ട് ഇപ്പം നമ്മളിത് ചാവി അടിച്ച് വന്നുട്ടാ. ഞാൻ നേരത്തെ ചാവി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ആ റിമോട്ടുമ്മേ ഫ്ലിപ്പ് കീ കണ്ടറിയത് നമ്മുടെ ഒറിജിനൽ വരുന്ന ചാവിയാണ്. ആ ചാവി പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെൻസർ എടുത്ത് നമ്മൾ ഈ ഫ്ലിപ്പ് കീയുടെ ഇതിലേക്ക് ഇട്ട് വേണ്ട. ഇതാണ് ഫ്ലിപ്പ് കീ. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്പ് കീയോട് നമ്മൾ ചാവി അടിച്ചു. ഇത് നമ്മുടെ പഴയ ചാവിയുടെ ഉള്ളിൽ നിന്ന് സെൻസർ എടുത്തിട്ട് നമ്മൾ പുതിയ ഫ്ലിപ്പ് കീയുടെ ഉള്ളിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മൾ ഫ്ലിപ്പ് കീ അടിച്ചത്. അപ്പോൾ ഒരു ഫ്ലിപ്പ് കീയും ഒരു സാധാ ഒരു റിമോട്ടാണ് നമ്മുടെ കയ്യിലുണ്ടാകുന്നത്. ഇത് ഫ്ലിപ്പ് കീ റിമോട്ട് അടക്കമാണ് വരുന്നത്. അപ്പോൾ പഴയ ചാവിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ ചാവിൻ്റെ ഉള്ളിൽ നിന്ന് സെൻസർ എടുത്ത് നമ്മൾ ഈ പുതിയ നമ്മുടെ യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടണം. നമ്മൾ ഇട്ടു. അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. അതാണ് അത് പൊളിച്ചത്. പഴയ വണ്ടിയുടെ ഒറിജിനൽ വരുന്ന ചാവി പൊളിച്ചാണ് വെച്ചിരുന്നത്. ജസ്റ്റ് ഒന്നങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. ആ സാധനം പൊളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സെൻസർ എടുത്തിട്ട് പുതിയ ഈ ഫ്ലിപ്പ് കീയുടെ ഉള്ളിലേക്ക് ഇട്ടു. എന്നാലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആണ് ഞാൻ വീണ്ടും പറയുന്നത്. അതേപോലെ നമുക്ക് സെൻട്രൽ ലോക്കിനായാലും പവർ വിൻഡോനായാലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ യാതൊന്നും നമുക്ക് വരുന്നില്ല. നമുക്കൊന്നും വർക്ക് ചെയ്യിച്ച് കാണാം. അപ്പോൾ നമ്മുടെ ഈ സ്വിഫ്റ്റ് വണ്ടിയിലേക്ക് നമുക്കറിയാം ബേസ് മോഡൽ സ്വിഫ്റ്റിലേക്ക് നമ്മൾ സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തു. അത് ഫ്ലിപ്പ് കീ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ഫ്ലിപ്പ് കീ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ചൊന്ന് കാണാം. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് കാണാം. ഇതാണ് നമ്മുടെ ഫ്ലിപ്പ് കീ വരുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ഒന്ന് കാണാം. ഇപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ആയി. ഇനി നമുക്ക് പവർ വിൻഡോ ഒന്ന് വർക്ക് ചെയ്ത് കാണും ചെയ്യാം. ഇതേ ലെഫ്റ്റ് സൈഡിലെ പവർ വിൻഡോ ഇതേ ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ വർക്ക് ചെയ്യിച്ചു. അതേപോലെ തന്നെ നമുക്കിതേ റൈറ്റ് സൈഡിലെ ഡോറിൻ്റെ അതേ നമുക്കിവിടെ അതും വർക്ക് ചെയ്യിച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് 2 ഡോറും നമ്മളിപ്പോൾ ആഡ് ചെയ്തതാണ് കേട്ടോ പവർ വിൻഡോ. അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഫ്ലിപ്പ് കീ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ സെൻട്രൽ ലോക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഡോറിലേക്ക് നമ്മൾ ആക്ച്വേറ്റർ കൂടിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ മാത്രം മാനുവൽ സെൻട്രൽ ലോക്ക് ഇല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്.
വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്തു. നമ്മൾ സെന്റർ ലോക്കും അതേപോലെ തന്നെ സെന്റർ ലോക്ക് നമ്മൾ ഫ്ലിപ്പ് കീയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഫ്രണ്ട് 2 ഡോറ് പവർ വിൻഡും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ പ്രത്യേകിച്ച് വീണ്ടും പറയണ, ഒരു കാരണവശാലും നമ്മുടെ ഈ വണ്ടിയിൽ യാതൊരു കാരണവശാലും ഉള്ള വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.